അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര. തിരുവിൽവാമലയുടെ മണ്ണിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന മറ്റൊരു വിഷുക്കാലം കൂടിയെത്തുമ്പോൾ 80ന്റെ നിറവിലും പഴയ സ്വർണകാല സ്മരണകൾ പങ്കുവെക്കുകയാണ് പുത്തൻ വീട്ടിൽ മണിയമ്മ. തിരുവില്ലാമലയുടെ ഗതകാല പ്രൗഢിയും കാർഷിക സമൃദ്ധിയുടെ സ്മരണകളും ഇന്നും മണിയമ്മയുടെ മനക്കണ്ണിൽ മായാതെ നിൽക്കുന്നു. 80 വയസ്സിലെത്തിയെങ്കിലും മണിയമ്മയ്ക്ക് ഇന്നത്തെ വിഷു ആഘോഷങ്ങൾ വെറും ചടങ്ങുകൾ മാത്രമാണ്. വൈദ്യുതിയുടെ വെളിച്ചം ഗ്രാമങ്ങളിൽ എത്താതിരുന്ന കാലത്ത് നിലവിളക്കിന്റെ വെളിച്ചത്തിൽ കണ്ടുണർന്ന കണിദർശനത്തിന്റെ വിശുദ്ധി മണിയമ്മ ഇന്നും അതിയായ ആവേശത്തോടെ ഓർത്തെടുക്കുന്നു. പഴയ കാലത്തെ വേണ്ടത് അച്ഛന് അവിടെ ദേവിയമ്പലത്തില് പൂജയുണ്ട് എൻ്റെ അച്ഛന്. അപ്പൊ അവിടുന്നാണ് കണി കൊണ്ടുവരിക, കണി കാണിക്കുക. അവിടുന്ന് കുറഞ്ഞ് കണി കാണും. കണി കണ്ട് കൈ നീട്ടം തരും അച്ഛൻ. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നല്ല കഞ്ഞീര് ഇതാവും. പിന്നെ 3-ാം തീയതി വിഷു 3-ാം തീയതി 4-ാം തീയതി ചാല്. ഇത് കൃഷിയുണ്ടായിരുന്നു ചാലിടും. അങ്ങനെ ഞങ്ങളുടെ പിന്നെ എൻ്റെ ആങ്ങളാര് 4 ആങ്ങളാരുണ്ട്. അവർ പടക്കം പൊട്ടിക്കും, പടക്കം പൊട്ടിക്കും. ഇപ്പൊ ഞങ്ങള് അങ്ങനെ വീട്ടിൽ കഴിഞ്ഞു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ കണി കൂട്ടും. ഇവിടെ പടക്കം പൊട്ടിക്കും കുട്ടികള്. കൊന്നമരത്തിൽ സുവർണവർണ്ണം വിരിച്ചു നിൽക്കുന്ന പൂക്കൾ ഇളം കാറ്റിൽ ആടുന്ന കാഴ്ച തന്റെ ബാല്യകാലത്തെ ഏറ്റവും മനോഹരമായ ചിത്രമാണെന്ന് ഇവർ പറയുന്നു. ഗുരുവായൂരപ്പന്റെ കോട്ടം വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ വെള്ളരിക്ക് നാളികേരം, പഴം, പിന്നെ ആപ്പിള്, മുന്തിരി, പിന്നെ പാൽക്കണ്ണാടി ഒക്കെ വയ്ക്കും. പിന്നെ നാളികേരം വെച്ച് കണി കാണിക്കും. കൊന്നപ്പൂവ്, പിന്നെ സ്വർണ്ണമാല ഒക്കെ ഇട്ട് കണി കൂട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ കളിക്കും, കയ്യോട്ടിക്കളി കളിക്കും. ഞങ്ങളുടെ തറവാട്ടില് കയ്യോട്ടിക്കളി കളിക്കും. പിന്നെ വേറെ കളികളൊക്കെ കളിക്കും. പരേതനായ ഭഗവത്ത് ചന്ദ്രൻ നായരുടെ സഹധർമ്മിണിയായ മേപ്പാടത്ത് പുത്തൻ വീട്ടിൽ മണിയമ്മ തറവാട്ടിലെ ആചാരങ്ങളെയും കൂട്ടായ്മകളെയും കുറിച്ചാണ് വാചാലയാകുന്നത്. കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്നുള്ള കണികാണലും ക്ഷേത്രദർശനവും കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള വിഭവസമൃദ്ധമായ സദ്യയും വൈകുന്നേരത്തെ തിരുവാതിരക്കളിയുമെല്ലാം പഴയകാലത്തെ സ്നേഹബന്ധങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു. ഇന്നത്തെ കാലത്ത് വിഷു കേവലം ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ പഴയകാലത്തെ കറകളഞ്ഞ കൂട്ടായ്മയുടെയും ആത്മാർത്ഥതയുടെയും മഹനീയതയാണ് മണിയമ്മയെ നോവാക്കുന്നത്. അന്ന് നല്ല ഭക്തിയുള്ള കാലം ഉണ്ടായിരുന്നത്, കൂട്ടായ്മയുള്ള കാലമാണ്. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നിപ്പോൾ വീട്ടുകളിൽ ഓരോരുത്തർ പുറമേ പോയിട്ടും അത്യാവശ്യം അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത്. ഇന്ന് പിന്നെ നല്ല പോലെയുള്ള കാലമാണ്. എല്ലാവരും ഏകോപിച്ച് കഴിഞ്ഞു. അപ്പം അങ്ങനെയല്ലല്ലോ. സ്മൃതികളുടെ ചിറകിലേറി മണിയമ്മ തന്റെ പ്രിയപ്പെട്ട ആ സുവർണ കാലഘട്ടത്തിലേക്ക് വീണ്ടും സഞ്ചരിക്കുകയാണ്.